സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബുധനാഴ്ച റിയാദിൽ നടന്ന ഷൂറ കൗൺസിലിന്റെ 9ാം സമ്മേളനത്തിന്റെ ആദ്യ വർഷത്തെ പ്രവർത്തനങ്ങൾ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കിരീടാവകാശി. സൗദി അറേബ്യയിൽ ആശങ്കകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫലസ്തീൻ പ്രശ്നമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇസ്രായേൽ അധിനിവേശ ഭരണകൂടം ഫലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം ബാക്കി രാജ്യങ്ങൾ കൂടി ഫലസ്തീനെ അംഗീകരിക്കാൻ മുന്നോട്ട് വരണമെന്നും ആവശ്യപ്പെട്ടു. രാജ്യത്തെ സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയുമായി UAE സാമ്പത്തിക മന്ത്രാലയം 2025 ജനുവരി മുതൽ ഈ തീരുമാനം നടപ്പിൽ വരുത്തണമെന്നാണ് നിർദ്ദേശം. പുതിയ തീരുമാനമനുസരിച്ച് നിലവിലെ ബോർഡുകളുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം നിലവിൽ വരുന്ന ബോർഡിൽ കുറഞ്ഞത് ഒരാളെങ്കിലും വനിതയായിരിക്കണം. സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീകളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും വിപുലീകരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. വിവിധ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന് എന്നും മുൻഗണന നൽകിയ രാജ്യമാണ് UAE എന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വെറും 8 ദിവസത്തിനുള്ളിൽ 54,844 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിനു പുറമെ കുട്ടികൾ ഉൾപ്പെട്ട 68 ട്രാഫിക് നിയമലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും ജനറൽ റെസ്ക്യൂ പോലീസ് ഡിപ്പാർട്ട്മെന്റും സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 13 വരെയുള്ള 8 ദിവസത്തിനിടെ നടത്തിയ പരിശോധനകളിലാണ് 54,844 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായി 111 വാഹനങ്ങളും 31 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കിടയിൽ നിലവിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട 66 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അധികൃതർ വ്യക്തമാക്കി. നിയമം അനുശാസിക്കുന്ന 13 പേരെ അറസ്റ്റ് ചെയ്യുകയും 4 പേരെ ശരിയായ തിരിച്ചറിയൽ രേഖയില്ലാത്തതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു വ്യക്തിയെയും മയക്കുമരുന്ന് കടത്ത് സംശയിക്കുന്ന 3 പേരെയും പരിശോധനയ്ക്കിടയിൽ പിടികൂടുകയും മയക്കുമരുന്ന് വിരുദ്ധ ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തതായി അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം വാഹനങ്ങളുടെ ഹോൺ അനുചിതമായി ഉപയോഗിക്കുന്നത് കുവൈറ്റ് നിയമപ്രകാരം ട്രാഫിക് ലംഘനമാണെന്നും 25 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കുമെന്നും ജനറൽ ട്രാഫിക് വിഭാഗം ഓർമ്മപ്പെടുത്തി. വാഹന ഹോണുകൾ അപകട സാധ്യതയെക്കുറിച്ച് മറ്റ് വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ മുന്നറിയിപ്പ് നൽകാനുള്ളതാണെന്നും ട്രാഫിക് ബോധവൽക്കരണ വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മുസന്തം ഗവർണറേറ്റിലെ ബസാഹ് ബീച്ചിൽ ക്യാമ്പിംഗ് നിരോധിച്ചുകൊണ്ട് നഗരസഭ ഉത്തരവ്. കസബ് മേഖലയിലെ പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ബസാഹ് ബീച്ച്. പ്രദേശത്ത് എല്ലാത്തരം ക്യാമ്പുകളും കർശനമായി നിരോധിച്ചതായും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ പുറത്തിറക്കിയ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചയാളെ അറസ്റ്റ് ചെയ്തു. ബഹ്ല വിലായത്തിലെ വാദി ഖുറിയാത്തിൽ ഒരാൾ പണം പിൻവലിക്കുമ്പോൾ കവർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. സലാല നഗരത്തെയും ദോഫാർ ഗവർണറേറ്റിലെ പടിഞ്ഞാറൻ വിലായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിക്കാൻ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഒരുങ്ങുന്നു. പദ്ധതിക്കായി 9 ദശലക്ഷം റിയാലിന്റെ കരാർ ഒപ്പുവെച്ചു. വകുപ്പ് മന്ത്രി എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് അൽ മൗവലിയും AZ എഞ്ചിനീയേഴ്സ് പ്രതിനിധി സെയ്ദ് അസ്ഹറും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. 630 നീളമുള്ള കോൺക്രീറ്റ് പാലമാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക. ഇരുവശങ്ങളിലുമായി പാലത്തിന് ഉറപ്പു നൽകുന്ന 13 മീറ്റർ ഉയരമുള്ള 20 തൂണുകളും 6 അലങ്കാര കമാനങ്ങളും നിർമ്മിക്കും. 45.9 മീറ്റർ നീളമുള്ള 2 കമാനങ്ങളും 35.9 മീറ്റർ നീളമുള്ള മറ്റ് 4 കമാനങ്ങളും
പാലത്തിന് ദൃശ്യചാരുത നൽകും. പാലത്തിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് സൗകര്യവും ഉണ്ടാകും. 2 മുതൽ 7 മീറ്റർ വരെ വീതിയിൽ ഒരു സ്ട്രീം ലൈൻ നടപ്പാതയും ലൈറ്റിംഗും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്നതിന് ഗ്രൗണ്ട് ക്രോസിംഗും നിർമ്മിക്കും. ദൽഖുദ്, റക്യൂത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സലാലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരം എളുപ്പമാക്കുന്നതാകും പുതിയ മുക്സൈൽ പാലം പദ്ധതി. അയൽ രാഷ്ട്രമായ യമനുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലേക്കും അതിവേഗ യാത്ര സാധ്യമാകും. അപകടകരമായ റോഡ് മുറിച്ച് കടക്കലുകൾ വൻ ദുരിതമുണ്ടാക്കുന്നു. ദിവസങ്ങൾക്കിടെ രാജ്യത്ത് അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്നും റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് നിരവധി പേരാണ് മരണപ്പെട്ടത്. ഇവരിൽ 2 മലയാളികളും ഉൾപ്പെടുന്നു. രാജ്യത്ത് നിരന്തരമായ ബോധവൽക്കരണം തുടരുകയും ശക്തമായ ശിക്ഷാ നടപടികൾ നിലനിൽക്കുകയും ചെയ്യുമ്പോഴും അപകടങ്ങൾക്ക് മാത്രം കുറവില്ല. പ്രവാസികളാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിൽ പെടുന്നത്. അശ്രദ്ധമായ റോഡ് മുറിച്ച് കടക്കലുകൾ ജീവൻ വരെ അപകടത്തിലാക്കും. അമിത വേഗതയിൽ വാഹനങ്ങൾ വരുന്ന റോഡുകളിൽ മറുഭാഗത്തേക്ക് കടക്കാൻ ക്രോസിംഗ് നടപ്പാലങ്ങളോ സീബ്ര ലൈനോ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും. റോഡിൽ ഓരോ നിമിഷവും വാഹനം അതിവേഗത്തിൽ കുതിച്ചു പായുമ്പോൾ മുറിച്ച് കടക്കുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും വാഹനം പെട്ടെന്ന് നിർത്തൽ പ്രയാസകരമാകും. ഇത്തരം ഘട്ടങ്ങളിലാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അതേസമയം കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ചിട്ടുള്ള നടപ്പാലങ്ങൾ ഉപയോഗിക്കുന്നവർ കുറവാണ്. സീബ്ര ലൈനുകളിലൂടെയും റോഡ് ക്രോസ് ചെയ്യുന്നവർ കുറവാണ്. പലരും വേഗത്തിൽ മറുകരയിലെത്താൻ തിരക്കുള്ള റോഡുകളിലൂടെ തന്നെ മുറിച്ചു കടക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നിയമവിരുദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്ന കാൽനട യാത്രക്കാർക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. 10 റിയാൽ പിഴയും കുറ്റം ആവർത്തിച്ചാൽ 3 മാസം വരെ തടവുമാണ് ശിക്ഷ. റോഡ് മുറിച്ച് കടക്കുന്നവർ അപകടം സൃഷ്ടിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാറിൽ യാത്രക്കാർ നിയമവിരുദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നവരുടെ ചിത്രങ്ങൾ പകർത്തി നൽകിയാൽ നടപടി സ്വീകരിക്കും. റോഡ് മുറിച്ചു കടക്കാൻ ഒരുക്കിയ സുരക്ഷിത സംവിധാനങ്ങളിലല്ലാതെ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിക്കുന്നു. പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെത്തുമ്പോൾ വാഹനങ്ങൾ വേഗത കുറയ്ക്കുകയും പ്രത്യേക ശ്രദ്ധയുണ്ടാവുകയും വേണമെന്നും ഡ്രൈവർമാരോടും റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം ആവശ്യപ്പെട്ടു. കാൽനട യാത്രക്കാരെ കൂടി പരിഗണിച്ച് വേണം ഡ്രൈവർമാർ വാഹനം ഓടിക്കാൻ. എംപോക്സ് രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരാൾക്ക് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് UAE നിന്നെത്തിയ എടവണ്ണ ഒതായി സ്വദേശിയായ 38-കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ത്വക്ക് രോഗ വിഭാഗം OPയിൽ ചികിത്സ തേടിയെത്തിയ യുവാവിനെ പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് നിരീക്ഷണത്തിലാക്കിയത്. വിദേശത്തു നിന്നെത്തിയ യുവാവ് സംശയം കാരണം സമ്പർക്കം ഒഴിവാക്കാനായി വീട്ടിൽ തന്നെ പ്രത്യേക മുറിയിലാണ് കഴിഞ്ഞത്.